Hi friends, welcome back. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് മൊബൈൽ ബ്രൗസറാണ്. സോ ഈ ആപ്ലിക്കേഷൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താലും ആ ആപ്ലിക്കേഷൻ അത് പ്രൈവറ്റായിട്ട് നമ്മുടെ ഡാറ്റാസ് എല്ലാം ചെയ്യും. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡാറ്റ ഒന്നും അത് ആ വെബ് ആപ്ലിക്കേഷൻ സേവ് ചെയ്യത്തില്ല. അതേപോലെ അത് വേറെ ആർക്കും കാണാനും പറ്റത്തില്ല. സോ ഒരു ബെസ്റ്റായിട്ട് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ പ്രൈവറ്റായിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യാറുണ്ട് നമ്മുടെ ഇൻ്റർനെറ്റിൽ. സോ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡാറ്റാസ് ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ പോപ്പപ്പ് ചെയ്ത് വരാറുണ്ട്. അതായത് ഓട്ടോ സജഷൻ പോലെ അങ്ങനെ വരാറുണ്ട്. പിന്നെ വേറൊരു എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലും ഗൂഗിളിൽ എന്തെങ്കിലും അതായത് സെർച്ച് ചെയ്തു, നിങ്ങൾ പ്രൈവറ്റായിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ വാങ്ങിയിട്ട് യൂസ് ചെയ്യേ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും നമ്മുടെ ഫോൺ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തത് അവിടെ നമ്മൾ ഇടയ്ക്ക് പോവാറുള്ള വെബ്സൈറ്റ് ചിലപ്പോൾ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് തന്നെ അത് കാണിച്ചു എന്ന് വരാം. സോ അങ്ങനെ വരുന്ന പല സിറ്റുവേഷൻസും നമുക്ക് പ്രൈവസി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണിത്. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സെർച്ചസ് എപ്പോഴും സേഫായിട്ട് സെർച്ച് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ. സോ നമ്മളിപ്പോൾ ക്രോം ബ്രൗസർ അല്ലെങ്കിൽ നമ്മുടെ UC ബ്രൗസർ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിലെല്ലാത്തിലും ഇൻകോഗ്നിറ്റോ മോഡിന് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇൻകോഗ്നിറ്റോ മോഡിൽ പോയാലും നമ്മുടെ ഡാറ്റാസ് എല്ലാം അതിൽ സേവ് ആയി. നിങ്ങളൊരു ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇൻകോഗ്നിറ്റോ മോഡിന് കൊടുത്താലും നിങ്ങൾക്ക് അറിയാം അവിടെ ഒരു ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡാറ്റാസ് കുറേ സേവ് ചെയ്യുന്നുണ്ട്, പല ഡാറ്റാസും ട്രാക്ക് ചെയ്യും എന്നാണ് അതിൽ കാണിക്കുക. സോ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് പ്രൈവറ്റായിട്ട് സെർച്ച് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഫയർഫോക്സ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇത് ഒരു ഇൻ്റർനെറ്റിൽ മാർക്കറ്റിൽ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഈ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇത് വളരെയധികം ഫേമസ് ആയ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമ്മുടെ മോസില്ല ഫയർഫോക്സിൻ്റെ ആപ്ലിക്കേഷനാണ്. സോ നമുക്ക് നന്നായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് അവർ പറയണത് എന്താ വെച്ചാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു ഡാറ്റാസും അതിൽ സേവ് ചെയ്യില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഒരു വട്ടം നമ്മൾ ഡാറ്റ സെർച്ച് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം റിഫ്രഷ് ആയി പുതിയ ബ്ലാങ്ക് സ്ക്രീൻ ആയിട്ട് വരും. അത് നമ്മൾ അറിയാതെ പോലും ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ട് നമ്മുടെ സ്ക്രീൻ പോസ് ചെയ്തിട്ട് മീൻസ് പെട്ടെന്ന് നമ്മൾ ക്ലോസ് ചെയ്ത് പോയാലും അടുത്ത തവണ ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെയും അതേ പഴയ സ്ക്രീനിലേക്ക് പോകാതെ ഫ്രഷ് ആയിട്ട് പുതിയൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്യും. പ്ലസ് അതേപോലെ നമുക്കിതിൽ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് പാസ്വേഡ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു പേജ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രൈവറ്റായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ നമ്മളത് നിർത്തി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ വേറെ ആർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് ആ പേജ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് ആഡ് ബ്ലോക്കർ ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ ട്രാക്കർ. അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന പലതും എപ്പോഴും നമ്മുടെ ഡാറ്റ ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് ഫേസ്ബുക്ക്, ഗൂഗിള്, അല്ലെങ്കിൽ നമ്മൾ എന്ത് വാങ്ങുന്നു, നമ്മൾ എന്ത് വെബ്സൈറ്റിൽ പോകും, നമുക്ക് എന്ത് ഇഷ്ടമാണ്, അങ്ങനെ എല്ലാം ട്രാക്ക് ചെയ്യും. ഇതൊന്നും ട്രാക്ക് ചെയ്യാൻ ഈ ബ്രൗസറിൽ പറ്റത്തില്ല. അതായത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണത് നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾക്ക് വേറൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെർച്ച് ചെയ്യണത് നമ്മളിങ്ങനെ ഭയങ്കര ഇല്ലീഗലായിട്ടുള്ള തിങ്സ് ഒന്നും സെർച്ച് ചെയ്യരുത്. കാരണം അത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പ്രോബ്ലം, അതായത് ബോംബ്, കില്ലിങ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ സെർച്ച് ചെയ്യരുത്. അതെങ്ങനെ സെർച്ച് ചെയ്താലും നമ്മൾക്ക് അത് എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എന്ത് സെർച്ചും നമുക്ക് ഇതിൽ സേഫ് ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് അത്ര അധികം സൈസും ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. പ്ലസ് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ആൻഡ്രോയിഡിലും iOSലും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. ഇത് വളരെയധികം റീസെൻ്റ് ആയിട്ട് വളരെ പോപ്പുലറായ ആപ്ലിക്കേഷനാണ്. ഞാനും ഇത് യൂസ് ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ ഈ ആപ്ലിക്കേഷൻസ്. സോ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സെർച്ചസും അല്ലെങ്കിൽ പേഴ്സണൽ ഡാറ്റാസ് ഒന്നും വേറെ ആർക്കും കാണാത്ത തരത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം ഈ ബ്രൗസർ വെച്ചിട്ട്. സോ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഷെയർ ചെയ്യൂ. ഓക്കെ. സോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. സോ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.